രാജ്യം നടുങ്ങി. ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാറിൽ സ്ഫോടനം. 8 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. മരണസംഖ്യ ഉയരുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതീവ സുരക്ഷാ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. 2 കാറുകൾ പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു സൂചനയും വരുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ സമീപത്തെ വാഹനങ്ങളിലേക്കൊക്കെ തീ പടർന്നു. ആളുകളെല്ലാം എന്തായാലും ഒഴിപ്പിച്ചിട്ടുണ്ട്. കെ പ്രശാന്ത് സംഭവസ്ഥലത്ത് നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, നടുക്കുന്നൊരു വാർത്ത തന്നെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ശ്രീജ, വൈകിട്ട് 6:52 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ NSG ഉദ്യോഗസ്ഥർ, NSG സ്ക്വാഡ് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അവർ ഈ സ്ഥലത്തേക്ക് പരിശോധനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ അവരുടെ കൈകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ഇവിടേക്ക് എത്തി പരിശോധന ആരംഭിക്കുകയാണ്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫോറൻസിക്കിന്റെ വിഭാഗത്തിന് പുറമെ NSGയുടെ വിഭാഗം കൂടി ഇവിടേക്ക് എത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് NSGയുടെ ഉദ്യോഗസ്ഥർ പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങുകയും ഒപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ വരികയും ചെയ്യുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അവർ അത്യാധുനിക സംവിധാനങ്ങളുമൊക്കെയായി എത്തി വിവരങ്ങൾ ശേഖരിച്ച, തെളിവുകൾ ശേഖരിച്ച മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ കൂടുതൽ സേനാ വിഭാഗങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായുള്ളവരെല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നു. അങ്ങനെ നിരവധിയായ ഉദ്യോഗസ്ഥർ, അതിന്റെ അന്വേഷണ സംവിധാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ എത്തുകയാണ്. അവർ വിവരങ്ങൾ ശേഖരിക്കുകയും ഈ വിവരങ്ങൾ അനുസരിച്ച് എന്താണ് ഇതിന്റെ പ്രാഥമിക, നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. NSGയുടെ വിഭാഗം, NSGയുടെ പ്രത്യേക സേനാ വിഭാഗങ്ങളാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി അവർ മറുവശത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് ലഭ്യമായ വിവരങ്ങൾ, ഒപ്പം തന്നെ മറ്റ് തെളിവുകൾ, പരിശോധനയ്ക്ക് ആവശ്യമായ തെളിവുകളുമായി അവർ മടങ്ങുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അവർ കൂടി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതായാലും 6:52 കൂടിയാണ് റെഡ് ഫോർട്ടിന് സമീപത്തിലെ ലാൽഖില മെട്രോ സ്റ്റേഷന് സമീപം സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സ്ഫോടനത്തിലാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ 10-നടുത്ത ആളുകൾ മരിച്ചു എന്നുള്ളതാണ്. 8 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ചില ദേശീയ മാധ്യമങ്ങൾ അതിനപ്പുറത്തേക്ക് മരണസംഖ്യ നൽകുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആ സ്ഫോടനം ഏത് തരത്തിലാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഒരു വാഹനം, അതായത് ഡൽഹി പോലീസ് കമ്മീഷണർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ സാവധാനം ഒരു വാഹനം ഈ കാണുന്ന റെഡ് ലൈറ്റിന് സമീപം, ഇപ്പോൾ നമുക്ക് ഈ കാണാൻ കഴിയുന്നുണ്ട്, റെഡ് ലൈറ്റ് തെളിഞ്ഞു കിടക്കുകയാണ്. ഈ റെഡ് ലൈറ്റിനേക്ക്, ചുവന്ന ലൈറ്റിന് സമീപത്തേക്ക് എത്തുകയാണ് ഉണ്ടായിരുന്നത്. ആ വാഹനം ഇവിടേക്ക് എത്തുന്നു. വളരെ പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇതിന് ദൃക്സാക്ഷിയായ അനീഷ്, പയ്യോളി സ്വദേശി അനീഷ്, മലയാളിയാണ്. അനീഷ് ഈ സമയത്ത് ഈ റെഡ് ഫോർട്ടിന് അടുത്തുണ്ടായിരുന്നു. അനീഷ്, എന്താണ് സംഭവിച്ചത്? അനീഷ് ഈ സ്ഥലത്ത് സമയത്തുണ്ട്? ഞാൻ ഇവരെ 10 മിനിറ്റ് ഇവിടെ വന്ന് പോയതായിരുന്നു. അതിന് കുറച്ചൊരു 100 മീറ്റർ അപ്പുറം ലോക്കൽ മീഡിയസിനോട് സംസാരിച്ചിരിക്കുന്നതാണ്. ശബ്ദം കേൾക്കുന്നതാണ്, പുറകിലാണ് സംഭവം നടന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിന് 100 മീറ്റർ അപ്പുറം ശബ്ദം കേൾക്കി തിരിഞ്ഞു നോക്കിയെന്ന് റെഡിക്കുന്ന ഒരു തീകോളാണ് ആകാശത്തേക്ക് കാണുന്നത്. കുറച്ച് സമയത്തേക്ക് ആൾക്കാരെല്ലാം, പബ്ലിക്കെല്ലാം കുറച്ചൊരു ഇതായി, അങ്ങ് ദൂരം ബൈക്കിൽ അവിടെയുള്ള ആൾക്കാരെല്ലാം കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെ അപ്പം പോലീസുകാരെല്ലാം, ദൂരം വേണ്ട പോലീസുകാരെല്ലാം വരുന്നത്. നമ്മൾ കുറച്ച് നേരത്തേക്ക് എന്താ പറയുക, ഒരു വലിയ ഞെട്ടലായിരുന്നു ആ സമയം. അതാ പറഞ്ഞത്, നമ്മൾ മൊത്തം ഒരു എന്താ പറയുക, ശരീരമെല്ലാം മൊത്തം ഒരു താഴ്ന്നതിനോട്ട്. കാരണം നല്ല ശബ്ദമാണ്, പിന്നെ തീകോളാണല്ലോ കാണുന്നത്. പിന്നെ അത്തരം ജനങ്ങളുണ്ട്. കാരണം അത് വേറെ അടുത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ, പബ്ലിക് എന്താ പറയുക, അടിച്ചു മരിച്ചു ആൾക്കാർ. കാരണം അത്രയും പബ്ലിക് ഉണ്ട്. ഇത് ഒരു ആൾക്കാർ അന്നേരം ആൾക്കാർ അവിടെയുള്ള ആൾക്കാരെല്ലാം മാറി. പിന്നെ ആൾക്കാർ നടന്നു പോകണമാണ്. കുറച്ച് തിരക്കിലാണെങ്കിലും കുറേ ആൾക്കാർ പേടിച്ചു പോയി. പീടികളെല്ലാം ഷട്ടർ അടിച്ചു കളഞ്ഞാൽ എന്തെന്നാ സംഭവം എന്ന് അറിയുന്നില്ലല്ലോ. പിന്നെ വലിയ വന്നാരെന്ന് പറഞ്ഞാൽ പോലീസുകാർ ആൾക്കാരോട് പറഞ്ഞെന്ന് അറിയാം, ഇതാ സംഭവം തന്നെ, വണ്ടീൻ്റെ ഗ്യാസ് വണ്ടി പൊട്ടിത്തെറിച്ചാണെന്ന് അവർ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള നമ്മളെ ഇവർ നോക്കിയാൽ അറിയാൻ പറ്റും. തിരക്കുണ്ടായിരുന്നു, നല്ല സമയം, തിരക്കുള്ള സമയമാണ്. ഒന്നാമതൊരു 6-7 മണി ആൾക്കാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയമാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ ഇതുപോലെ തന്നെ ഷോപ്പിങ്ങിലും വരുന്ന ആൾക്കാരും ഉണ്ടാവും. വയ്യോര മാർക്കറ്റിൽ അത്യാവശ്യം സാധനങ്ങളുണ്ടാകും നമ്മൾ ഇവിടുത്തെ അറിയല്ലോ. പിന്നെ ലോക്കൽ മീഡിയസ് ഉണ്ട് കുറേ, അവരോട് സംസാരിക്കുന്നതാണ്. ഞാൻ അവരോട് സംസാരിക്കുന്നതായിരുന്നു. നമ്മളെ ഇലക്ഷനെ പറ്റി, മറ്റേ ബീഹാർ ഇലക്ഷനെ പറ്റും, SIR-ഉം, പിന്നെ എന്താ പറയുക, നമ്മളെ വോട്ട് ചോരി, അതിനെ പറ്റിയല്ലോ സംസാരിക്കുന്നത്. അത്യാവശ്യം ഹിന്ദി സംസാരിക്കണം. കുറച്ച് നേരം അവരോട് സംസാരിക്കും കൂടി നിന്നാണ്. അന്നേരമാണ് ഇത് കേൾക്കുന്നത്. ഒരു 10 മിനിറ്റ് മുന്നേ അത് ചിലപ്പോൾ നമ്മളതിൽ ഒരാളാവും. വീട്ടിൽ വിളിച്ചോ? ഞാനല്ല, ഫസ്റ്റ് കുറച്ച് സമയം ഇതിൻ്റെ ഷോക്കിൽ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് അത് പിന്നെ ചെയ്ത വീട്ടിൽ വിളിക്കുകയാണ്. വീട്ടിൽ വിളിച്ചിട്ട് സംഭവം പറഞ്ഞു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ന്യൂസിലൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ന്യൂസ് വരെ ആക്കില്ല, ഇപ്പോഴാണ് നടന്ന സംഭവം.
ന്യൂസിൽ വരാനാക്കില്ല. എന്താ സമയം ഇങ്ങനെ ഒരു സംഭവമാണ്, ബോംബ് പൊട്ടിയതാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് വണ്ടീൻ്റെ ഗ്യാസ് പൊട്ടി, എന്താണെന്ന് അറിയില്ല. ആ കറക്റ്റ് ഇതാണ് അറിയാൻ പറ്റൂ. അപ്പോൾ എനക്കൊരു പ്രശ്നമൊന്നുമില്ല, കാരണം ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ. കാരണം വേറെ എന്താ പറയുക, നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ എനക്കൊന്നും പറ്റിയില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, വേറെ കുഴപ്പമൊന്നും. ഏതായാലും ഇതാണ് അനീഷിന് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ. അതായത് അനീഷ് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഫോടനം. പ്രശാന്ത്, അനീഷിന്റെ വാക്കുകളിൽ വ്യക്തമാണ്, വലിയൊരു തീഗോളം പോലെ അത് കണ്ട് വലിയ ഞെട്ടലുണ്ടാകുന്നു എന്നൊക്കെ അനീഷ് പ്രതികരിച്ചു. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു അട്ടിമറിയാണെന്നുള്ള സംശയവും ബലപ്പെടുന്നുണ്ടല്ലോ. ഈ സ്ഫോടന കാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പോലീസ് അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് ഇതിനകം ലഭ്യമായിട്ടുണ്ടോ? ഷിജ, അക്കാര്യത്തിലൊരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡൽഹി പോലീസ് കമ്മീഷണർ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയത്. ആ സ്ഥിരീകരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു വാഹനം വളരെ പതിയെ ഈ റെഡ് ലൈറ്റിന് സമീപത്തേക്ക് എത്തുന്നു, ആ വാഹനം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന് പിന്നിലെ ED ആയിരുന്നു തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊരു ഊഹാപോഹം മാത്രമാണ്. ആ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഏതായാലും നിർണായക പരിശോധനകൾ നടക്കുന്നു. പ്രത്യേക സംഘം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഓരോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓരോ അന്വേഷണ സംവിധാനത്തിന്റെയും ഭാഗമായുള്ള ഉദ്യോഗസ്ഥരും സേനാ വിഭാഗങ്ങളും ഈ പൂർണ്ണമായും എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ഒന്ന് അതീവ സുരക്ഷാ മേഖലയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം വലിയ തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുന്നു. കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് തീവ്രവാദ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള നിരവധി ആളുകൾ അറസ്റ്റിലായ ദിവസമാണ്. 3000 കിലോ സ്ഫോടക വസ്തുക്കൾ രാജ്യത്താകെ പിടിച്ചെടുത്ത ദിവസമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും ശ്രദ്ധേയം 360 കിലോ അമോണിയം നൈട്രേറ്റ്. ഹരിയാന എന്ന് പറയുന്നത് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ്, ഏറെ ദൂരെയല്ല. അതുകൊണ്ട് തന്നെ 23 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നിന്നാണ് അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഗൗരവം ഈ വിഷയത്തിന് വരികയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തന്ത്രപ്രധാന മേഖലയിൽ ഉണ്ടായ ഒരു പൊട്ടിത്തെറിയാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു വലിയ തരത്തിലുള്ള ഒരു ഗുരുതര സ്വഭാവം വരുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ 7 പേരെയാണ് തീവ്രവാദ സംവിധാനങ്ങളുമായി ബന്ധമുള്ളവരെ പിടിച്ചത്. അതിൽ തന്നെ 2 പേർ ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റു തരത്തിലുള്ള പോസ്റ്ററുകളും മറ്റും പ്രചരിപ്പിക്കുകയും കേസുകൾ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇവർക്കെതിരെ UAPA ചുമത്തുവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായുള്ള ഭീകരാക്രമണ പദ്ധതികൾ നമ്മുടെ സൈന്യവും പോലീസും ഒക്കെ തകർക്കുന്നു. അതിനിടയിൽ ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ലഭിക്കുന്നുണ്ടല്ലോ. ഇതിന് എത്രത്തോളം സ്ഥിരീകരണമുണ്ട് പ്രശാന്ത്? ഷീജ, ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും ഈ ഘട്ടത്തിൽ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വിടാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രാഥമിക വിവരങ്ങളെങ്കിലും ഈ ഘട്ടത്തിൽ പങ്കുവെക്കണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ടാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം അദ്ദേഹം തന്നെയാണ് നേരത്തെ ഇക്കാര്യങ്ങൾ തിരിച്ചു. മാത്രമല്ല വേഗത്തിൽ ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടെങ്കിലും പുറത്തുവിടാനുള്ള ഒരു നീക്കമാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം ഏജൻസികൾ ഒന്നിച്ചിവിടേക്ക് എത്തി ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പരിശോധന മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. ആ പരിശോധനയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ അന്വേഷണം എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ സേനാ വിഭാഗങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. CRPF ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുണ്ട്, NSG. ഏതായാലും അതായത് തീവ്രവാദ വിരുദ്ധ സേനയുടെ ഭാഗത്തു നിന്നടക്കം അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അന്വേഷണം ഡൽഹി ക്രൈംബ്രാഞ്ചിനാണ് കൈമാറിയിട്ടുള്ളത്. അവർ അന്വേഷണം നടത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ കൈമാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അന്വേഷണ ചുമതല അവർക്ക് കൈമാറിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആശുപത്രിയിലെത്തി നിലവിൽ പരിക്കേറ്റ ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മരണം സംബന്ധിച്ചും ഇപ്പോഴും ഈ ഒരു ഔദ്യോഗിക വിവരങ്ങൾ നൽകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ സ്ഫോടനമുണ്ടായി, അതായത് ഈ പൊട്ടിത്തെറിച്ച സ്ഥലത്തുണ്ടായിരുന്ന വാഹനത്തിന്റെ ചില
ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ തറയിൽ ഇവിടെ വെച്ചിട്ടുള്ള. ഇതിനപ്പുറത്തേക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. അവിടേക്ക് നിലവിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. കാരണം ഫോറൻസിക്കിന്റെ അടക്കം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഭീകരമായിരുന്നു ആ പൊട്ടിത്തെറി എന്നുള്ളതിന്റെ സൂചന ഈ ഇതിലുണ്ട്. ഇതൊരു വാഹനത്തിന്റെ മുൻവശത്തെ പാളി തകർന്നു വീണതാണ്. പൂർണ്ണമായും അത് പൊട്ടിത്തെറിച്ച് തകർന്നു പോയൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയധികം ഭീകരമായ ശബ്ദത്തോടുകൂടി 3 തവണ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കിയത്. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ അനീഷ് വളരെ ഞെട്ടലോടുകൂടി തന്നെ അനീഷ് ഇതിന് തൊട്ടടുത്തുണ്ട്. എന്ന് വെച്ചാൽ ഈ റെഡ് ഫോർട്ടിന് തൊട്ടടുത്ത് റെഡ് സിഗ്നൽ, ആ മെയിൻ റോഡിന് സമീപം റെഡ് സിഗ്നൽ ഉണ്ട്. അതിന് തൊട്ടടുത്താണ് ലാൽക്കില മെട്രോ സ്റ്റേഷന്റെ 1ാമത്തെ ഗേറ്റ്. അതിന് സമീപം തന്നെയാണ് അനീഷ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ആ ഞെട്ടൽ ഇപ്പോഴും അനീഷിന്റെ ഉള്ളിലുണ്ട്. ഇവിടെ കൂടിയുന്ന അതായത് നേരിട്ട് ഇത് അനുഭവിച്ച നിരവധി ആളുകളുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ച് പോലും ഇപ്പോഴും ഒരു കൃത്യമായ എണ്ണത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം 24 പേർക്ക് പരിക്കേറ്റു എന്നൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ. തീർച്ചയായും പ്രശാന്ത്, അവരെ കുറിച്ചൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മീറ്ററുകൾ അകലെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ഗ്ലാസുകൾ അടക്കം തകർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നത് എന്നത് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.